പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് വലിയ ആത്മാർത്ഥതയിൽ, വലിയ സ്നേഹത്തിൽ, വലിയ അടുപ്പത്തിൽ നമ്മൾ ജീവിച്ചുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാനായിട്ട് കർത്താവ് അനുവദിക്കുകയില്ല. കർത്താവിൻ്റെ മുൻപിൽ വലിയ വിശ്വസ്തയോടെ, നീതിയോടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ട് ഒരു വ്യക്തിക്കും സാധിക്കില്ല. എല്ലാം ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും, നമ്മുടെ ജീവിതത്തെ തകർക്കാനായിട്ട് ഒരു വ്യക്തിയെയും കർത്താവ് അനുവദിക്കുകയില്ല. ഇത്ര ആധികാരികതയോടെ ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? അത് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കർത്താവിൻ്റെ ഇടപെടൽ കാണാനായിട്ട് സാധിക്കും. 20-ാം അധ്യായത്തിൽ പറയുകയാണ്, അബ്രാഹവും അബ്രാഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സാറായും ഗരാറിൽ പരദേശിയായിട്ട് പാർക്കാനായിട്ട് വന്നു. അബ്രാഹത്തിൻ്റെ ഭാര്യ വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അതുകൊണ്ട് അബ്രാഹം ഇവിടെ പാർക്കാൻ വരുന്നതിന് മുമ്പ് സാറയോട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണെന്ന് ആരോടും പറയരുത്, നീ എൻ്റെ സഹോദരിയാണെന്നേ പറയാൻ പാടുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അന്നത്തെ സംസ്കാരത്തിൽ സുന്ദരിയായിട്ടുള്ള ഭാര്യമാരുള്ള പുരുഷന്മാരാണെങ്കിൽ ആ പുരുഷന്മാരുടെ ജീവൻ എപ്പോഴും അപകടത്തിലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ കൾച്ചറിൽ ഒരു സുന്ദരിയായിട്ടുള്ള ഭാര്യയെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പാട് തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നല്ല സുന്ദരമായിട്ടുള്ള ഭാര്യമാരുള്ള പുരുഷന്മാരാണെങ്കിൽ അവർ ശക്തരും ധീരരുമായിരിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ഭാര്യമാരെ അവർക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അവർ നല്ല ശക്തരും ധീരരും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരെ മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് പോകും, തട്ടിക്കൊണ്ടു പോകും. വെറുതെ തട്ടിക്കൊണ്ടു പോകല്ല, ആ ഭർത്താക്കന്മാരായിട്ടുള്ള പുരുഷന്മാരെ കൊന്നിട്ടാണ് ഈ ഭാര്യമാരെ തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം അബ്രാഹം അത്ര ശക്തനൊന്നുമല്ല. കാരണം അബ്രാഹത്തിന് പ്രായമേറെയായി. അതുകൊണ്ട് ശക്തി കൊണ്ട് തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അബ്രാഹം അറിഞ്ഞപ്പോൾ അബ്രാഹം പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണെന്ന് പറയണ്ട, നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി. സഹോദരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രാഹത്തിൻ്റെ ജീവൻ ഒരു ഭീഷണിയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യമാരെയാണ് തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സഹോദരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആ സുന്ദരിയായ സ്ത്രീയെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ ആ കുടുംബത്തിൽ വന്നിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് സമ്മതം മേടിച്ച ശേഷമാണ് പുരുഷന്മാരുടെ സഹോദരിയെ ഭാര്യമാരായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ അബ്രഹാം ഗരാറിൽ വന്ന് പാർക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഗരാറിലെ രാജാവിൻ്റെ പേര് അബിമേലെക്ക് എന്നായിരുന്നു. അബിമേലെക്ക് വളരെ ശക്തനും ധീരനുമായിട്ടുള്ള ഒരു രാജാവാണ്. അബിമേലെക്കിന് അബ്രാഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സാറയെ കണ്ടപ്പോൾ വലിയ ഇഷ്ടം തോന്നി. അബിമേലെക്ക് അബ്രാഹത്തെ കൊന്നിട്ട് സാറയെ തട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം എന്താണ്? സാറ അബ്രാഹത്തിൻ്റെ സഹോദരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അബിമേലെക്ക് ആളുകളെ അബ്രാഹത്തിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ച് സാറയെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ സാറയെ അബിമേലെക്കിൻ്റെ ഭാര്യയായിട്ട് അബിമേലെക്ക് സ്വീകരിച്ച ആ രാത്രിയിൽ കർത്താവ് അബിമേലെക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ പിണമായിട്ട് തീരാൻ പോവാണ്. നീ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരാളുടെ സഹോദരിയല്ല, നീ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരാളുടെ ഭാര്യയാണ്. ഇത് കേട്ടപ്പോൾ അബിമേലെക്ക് പേടിച്ച് വിറങ്ങലിച്ച് അബ്രാഹത്തിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്തുകൊണ്ട് ഈ വലിയ സത്യം നീ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു? അബ്രാഹത്തോട് പറയുകയാണ്, നീ വലിയൊരു ചതിയാണ് കാണിച്ചത്, നീ വലിയൊരു വഞ്ചനയാണ് കാണിച്ചത്. ശരിക്കും ഇവിടെ ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് അബിമേലെക്ക് രക്ഷപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഒരു ദേശത്തിൻ്റെ രാജാവായ ഒരു അധിപനായ അബിമേലെക്കിനെ പോലും കർത്താവ് അബ്രാഹത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കിപ്പിച്ചത്? കാരണം അബ്രാഹവും ദൈവം തമ്മിലുള്ള ബന്ധം അത്രമാത്രം സ്ട്രോങ് ആയിരുന്നു, അത്രമാത്രം ആഴപ്പെട്ട ഒരു ബന്ധമായിരുന്നു. അതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു വിശ്വസ്തതയാണ് അബ്രാഹം ദൈവത്തോട് കാണിച്ചത്. ദൈവം പറഞ്ഞെല്ലാം അതുപോലെ അനുസരിച്ചൊരു മനുഷ്യനാണ് അബ്രാഹം. അവസാനം അബിമേലെക്ക് സാറയെ തിരിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അബ്രാഹത്തെ അബിമേലെക്ക് ഭൗതികമായിട്ട് അനുഗ്രഹിച്ച വിട്ടത്. ഒത്തിരി ആടുമാടുകളെയും ദാസിദാസന്മാരെയെല്ലാം അബ്രാഹത്തിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് വിശ്വസ്ത കാണിച്ച് വലിയ അടുപ്പത്തിൽ അങ്ങോട്ട് ജീവിച്ചുണ്ടല്ലോ, നിന്നെ ദ്രോഹിച്ച ശത്രു പോലും നിന്റെ മുൻപിൽ ഒരു കാലത്തും മുട്ടുമടക്കി നിന്നെ അനുഗ്രഹിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളാണെങ്കിലും, എത്ര വിഷമഘട്ടങ്ങളാണെങ്കിലും ആ തമ്പുരാനോടും കൂടി ചേർന്ന് നിൽക്കുക. അപ്പോൾ കർത്താവിൻ്റെ വലിയ സംരക്ഷണം, ആ വലിയ കരുതൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും ഉണ്ടാവും. ഒരു കാലത്ത് നിൻ്റെ ശത്രുവിനെ കർത്താവ് നിനക്ക് അനുകൂലമാക്കി കൊണ്ടുതരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് വലിയൊരു ആശീർവാദം സ്വീകരിക്കാം. മറ്റു പല വിചാരങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറുക. നിന്റെ കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് നിന്നെ തന്നെ സമർപ്പിക്കുക. നിന്റെ എല്ലാ തലങ്ങളെയും ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ ഭൗതിക മേഖലകളെ കർത്താവെ അബ്രാഹത്തിൻ്റെ കുടുംബത്തിൽ അങ്ങ് ഇടപെട്ടതുപോലെ കർത്താവെ അബ്രാഹത്തോട് കാണിച്ച ആ വലിയ കരുതൽ എന്നോടും കാണിക്കണമേ. ഈ ലോകത്തിൽ നീ ആയിരിക്കുന്ന ദേശത്ത്
നീ ഒത്തിരി ഉത്കണ്ഠയോടെ ആകുലതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് തീരുമാനമെടുക്കുക. കർത്താവെ, നിന്നോടുള്ള വിശ്വസ്തതയിൽ ഞാൻ ജീവിച്ചുകൊള്ളാം. നിന്നോടുള്ള ആഴമായ സ്നേഹത്തിൽ ഞാൻ ജീവിച്ച് തുടങ്ങാനായിട്ട് പോവുകയാണ്. വലിയ പൈശാചികമായിട്ടുള്ള അസ്വസ്ഥതകളിൽ, വലിയ തടസ്സങ്ങളിൽ, മറ്റുള്ളവരിലൂടെ വലിയ ഉപദ്രവങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ എല്ലാ മേഖലകളെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 11 തിരുലിഖിതം വചനം നിന്നോടായിട്ട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. കർത്താവിനോട് ചേർന്ന് വിശ്വസ്തതയിലും വിശുദ്ധിയിലും ദൈവത്തോടുള്ള ആഴമായിട്ടുള്ള സ്നേഹത്തിലും ജീവിക്കുമ്പോൾ കർത്താവ് നിന്നോട്, നിന്റെ കുടുംബത്തോട് പറയുന്ന വചനമാണിത്. ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും നിനക്കും നിന്റെ കുടുംബത്തിനും ലഭിക്കാനായിട്ട് ഒരു നിമിഷം കർത്താവിനോട് ചേർന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക.